നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനിയും ലഭിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. പലർക്കും ഇപ്പോഴും പെൻഷൻ കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ചു കാണുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് പലർക്കും ഒരു സംശയമുണ്ട്, എനിക്ക് പെൻഷൻ കിട്ടിയില്ല, എന്താണ് കാരണം? ഇതിന് പ്രധാനമായ കാരണങ്ങൾ വയസ്സിൽ പിഴവ്, തെറ്റായ ഡീറ്റെയിൽസ് നൽകുക, ഡോക്യുമെന്റുകൾ അപ്ഡേറ്റ് ചെയ്യാത്തത്, സബ്മിഷൻ ശരിയായി വെരിഫൈ ചെയ്യാത്തത്. പലരും വിചാരിക്കുന്നത് പെൻഷൻ കിട്ടിയില്ല, അത് നിർത്തി എന്നാണ്. പക്ഷേ അതല്ല സത്യം. പല കേസുകളിലും അത് റിജക്റ്റ് അല്ല, പെൻഡിംഗ് ആയിരിക്കാം. വയസ്സിലെ പിഴവിന്റെ പ്രശ്നം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. നിങ്ങളുടെ വയസ്സ് കൃത്യമായി നൽകിയിട്ടില്ലെങ്കിൽ സിസ്റ്റം അത് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ആധാറിലുള്ള വയസ്സ്, അപേക്ഷയിൽ നൽകിയ വയസ്സ് ഇവ തമ്മിൽ പൊരുത്തപ്പെടാത്ത പക്ഷം അപേക്ഷ റിജക്റ്റ് ആകും. അതുകൊണ്ട് വയസ്സ് കൃത്യമായി മാച്ച് ചെയ്യണം. ആധാർ ID പ്രൂഫ് പരിശോധിക്കുക. വീണ്ടും അപേക്ഷ നൽകിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ്ടും ശരിയായി ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ പെൻഡിംഗ് ആയിരുന്ന മാസങ്ങളുടെ തുകയും അടുത്ത മാസത്തെ തുകയും ചേർത്ത് ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ജനുവരിയിൽ ലഭിച്ചില്ല എങ്കിൽ ഫെബ്രുവരിയിലെ 2 മാസത്തെ തുകയായി 2000 രൂപ ലഭിക്കുന്നതായിരിക്കും. ഇത് പലർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പെൻഷൻ കിട്ടാത്തവർ എന്താണ് ചെയ്യേണ്ടത്? അടുത്തുള്ള അക്ഷയ സെന്റർ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഇവിടെയൊക്കെ പോവുക. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കും. എറർസ് ഉണ്ടെങ്കിൽ തിരുത്തും, വീണ്ടും സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. മിണ്ടാതെ ഇരിക്കരുത്. പലരും ചെയ്യുന്ന വലിയ തെറ്റ് പണം വന്നില്ല പോകട്ടെ എന്ന് കരുതുന്നുണ്ട്. ഇത് വളരെ അപകടകരമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അപേക്ഷ പെൻഡിംഗ് ആയി തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൂടുതൽ മാസങ്ങളിലെ പണവും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ പരിശോധിക്കുക, നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക, നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക, ആധാർ വയസ്സ് പരിശോധിക്കുക, തെറ്റുകൾ കണ്ടാൽ തിരുത്തുക, വീണ്ടും സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ സ്ലിപ്പും സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. എത്ര തുക ലഭിക്കുമെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷ ശരിയായി അക്സെപ്റ്റ് ആകുമ്പോൾ 2 മാസം 3 മാസം പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഒരു മാസം 1000 രൂപ വെച്ചിട്ടാണ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 മാസത്തെ 3000 രൂപയും ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാം. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഭയപ്പെടേണ്ട, മിണ്ടാതെ ഇരിക്കരുത്. ഉടൻ തന്നെ പരിശോധിക്കുക, തെറ്റുകൾ തിരുത്തുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതല്ല. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.